വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ആർ ശ്രീലേഖയെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. ആശാനാഥിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട്, എന്താണ് വിവരങ്ങൾ? മഴ ഒരു 3 ദിവസം മുമ്പാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നത്. അതായത് നെട്ടയം സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം അവിടെ നടന്നിരുന്നു. അതിൽ പ്രവർത്തകർക്കെതിരെ എന്തുകൊണ്ട് BJP CPM പ്രവർത്തകർ അക്രമം വച്ചുവിട്ട CPM പ്രവർത്തകരെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണം ഉയർത്തിയായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. ആ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മുൻ DGP ആയ കൗൺസിലർ കൂടിയായ ആർ ശ്രീലേഖയായിരുന്നു. എന്നാൽ അത് പിന്നീട് വലിയ രീതിയിൽ സംഘർഷമാവുകയൊക്കെ ചെയ്തപ്പോൾ ഈ പോലീസ് മാർച്ചും പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷം ഉണ്ടാക്കി എന്ന കുറ്റം ചുമത്തി 5 പേരെ പ്രതികളാക്കുകയും കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ 5 പേരെ പ്രതികളാക്കിയപ്പോൾ അതിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആർ ശ്രീലേഖയെ ഒഴിവാക്കിയിരുന്നു. ഡെപ്യൂട്ടി മേയറായ ആശാനാഥിനെയും ഒഴിവാക്കിയിരുന്നു. എന്നാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മുൻ DGP ആയ ആർ ശ്രീലേഖയെ ഒഴിവാക്കി. ആ മാർച്ച് പിന്നീട് സംഘർഷമാകും. സാധാരണഗതിയിൽ ഒരു മാർച്ച് സംഘർഷമാകുമ്പോൾ ആദ്യം പ്രതി ചേർക്കുന്നത് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഇവിടെ മുൻ DGP എന്ന ആനുകൂല്യവും ആ പരിഗണനയും ഉള്ളതുകൊണ്ട് ആർ ശ്രീലേഖയെ ഒഴിവാക്കി മറ്റുള്ളവർക്കെതിരെ കേസെടുത്തു എന്ന ആരോപണവുമാണ്, അതിൽ പ്രതിഷേധവുമാണ് CPM നേതാക്കൾ ഉയർത്തിയത്. മാത്രവുമല്ല, ആ പ്രതിഷേധ സമരത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ പോടാപ്പുല്ലെ പോലീസ് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അത് സ്വാഭാവികമായും ഒരു പ്രതിഷേധമാകുമ്പോൾ വിളിക്കും. പക്ഷെ അതിന് നേതൃത്വം നൽകിയത് മുൻ DGP ആയ ആർ ശ്രീലേഖ. അപ്പോൾ ആ 33 വർഷം സേനയെ സേവനം അനുഷ്ഠിക്കുകയും DGP ആയി വിരമിക്കുകയും ചെയ്ത ആ ശ്രീലേഖ തന്നെ ഈ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെതിരെ അധിക്ഷേപ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് വലിയ രീതിയിൽ ചർച്ചയായി. സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ അത് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങും. അതിനെതിരെ നിരന്തര വിമർശനം ഉണ്ടായപ്പോൾ ആ ശ്രീലേഖ തന്നെ താൻ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കേണ്ടി വന്നു, അത് പോലീസ് സേനയോട് തനിക്ക് ബഹുമാനമുണ്ട്, പക്ഷെ തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ആ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനെ SHOയുടെ നടപടിക്കെതിരെയും സ്ത്രീകളോട് മോശമായി പെരുമാറി SHOയ്ക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു താൻ അവിടെ. അതും സേനയ്ക്ക് എതിരെ അല്ല എന്ന രീതിയിൽ അത് ന്യായീകരിച്ചുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത വനിതകളൊക്കെ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുമുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവർ സംയമനം പാലിച്ചില്ല, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, ആക്രമണ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ പ്രശാന്ത് MLA അത് അംഗീകരിക്കാൻ തയ്യാറല്ല, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. മഴ തീർച്ചയായും, കാരണം ഈ വിഷയത്തില് അന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് നടക്കുമ്പോൾ 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 50ഓളം ഇത്രയേറെ വനിതാ പ്രവർത്തകർ പങ്കെടുത്തത് നേരത്തെ അറിയിച്ച പ്രതിഷേധമാണ്. അപ്പോൾ എന്തുകൊണ്ട് 5 വനിതാ പോലീസുകാർ മാത്രം അവിടെ വിന്യസിച്ചു? മാത്രമല്ല, ഇവർ നോക്കി നിർത്തിയാണ് പുരുഷ പോലീസുകാർ ഈ സ്ത്രീകളെ അനാവശ്യമായി സ്പർശിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ കേസ് കൊടുക്കും, നിയമ പോരാട്ടം നടത്തുകയും ഒക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് വലിയ രീതിയിൽ വിവാദമൊക്കെ BJP അതിനെതിരെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തതാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ പോലീസിനെതിരെ ഈ രീതിയിൽ മുദ്രാവാക്യം അതിരൂക്ഷമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ മുൻ DGP തന്നെ നേതൃത്വം നൽകി മുദ്രാവാക്യം വിളിക്കുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഒടുവിൽ അത് ചർച്ചയാകുമ്പോൾ വിശദീകരണക്കുറിപ്പുമായി 2 or 3 തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആർ ശ്രീലേഖ തന്നെ രംഗത്തെത്തുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലം. പക്ഷെ ആ ശ്രീലേഖയ്ക്കെതിരെ എന്തുകൊണ്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്ന നിലയിൽ കേസെടുക്കുമ്പോൾ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുക്കുന്നു, 5 പേരെ പ്രതിയാക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ആ ശ്രീലേഖയ്ക്കെതിരെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് പ്രതിഷേധ വിമർശനം ഉയർന്നത്. ഇപ്പോൾ ഈ പരാതി നൽകിയത് നമ്മൾ പ്രതികരിച്ച MLA VK പ്രശാന്താണ് ഇതിനെതിരെ വീണ്ടും പരാതി നൽകുന്നത്. മാത്രമല്ല, കമ്മീഷണറായിരുന്ന പോലീസ് കമ്മീഷണർക്കെതിരെ പോലും VK പ്രശാന്ത് കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി ഈ പോടാപ്പുല്ലെ പോലീസ് എന്നൊക്കെ DGP വിളിക്കുമ്പോൾ അത് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന രീതിയിലുള്ള വിമർശനം വലിയ രീതിയിലാണ് CPM നേതാക്കൾ ആ ശ്രീലേഖയ്ക്കെതിരെ വിമർശനം കൊടുത്തത്. അത് മാത്രമല്ല, ഈ പോലീസ് അസോസിയേഷന് മുമ്പ് തന്നെ IPS തലത്തിൽ പോലും വലിയ രീതിയിൽ ഒരു മുൻ DGP പോലീസിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുക, ആ രീതിയിൽ സമരം നടത്തുകയും ചെയ്തു എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു അഡീഷണൽ റിപ്പോർട്ട് ആ സംഭവത്തിനെതിരെ, അതായത് ആ വട്ടിയൂർക്കാവ് പോലീസ് സംഘർഷത്തിലെ അഡീഷണൽ റിപ്പോർട്ട് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ഈ ആ ശ്രീലേഖയെ 5ാം പ്രതിയായും
ഡെപ്യൂട്ടി മേയറായ ആശാനാഥിനെ 6ാം പ്രതിയായി പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അധികമായി ഒരു 15ഓളം പ്രതികളെ കൂടി ചേർത്തിരിക്കുകയാണ്. അതായത് ഈ രീതിയിൽ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം പല ഭാഗങ്ങളിലും പോലീസ് അസോസിയേഷൻ, IPS ഉദ്യോഗസ്ഥ തലത്തിൽ, CPM നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ വിമർശനം, അതിനപ്പുറത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം വന്നപ്പോഴാണ് വീണ്ടും പോലീസ് നിർബന്ധിതമായി പോലീസ് സംരക്ഷണം നൽകുന്നു, മുൻ DGP എന്ന ആനുകൂല്യം നൽകി സംരക്ഷണം നൽകുന്നു എന്ന ഒരു വിമർശനമാണ് പോലീസ് സേനയ്ക്ക് കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അഡീഷണൽ റിപ്പോർട്ട് നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതിൽ ആ സീലേഖയും ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ആശാനാഥിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷെ അതേസമയം ആ സീലേഖ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലാതെ ഫോണിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ആ സീലേഖ താൻ DGP എന്ന പരിഗണന തനിക്ക് വേണ്ട, താൻ വിവരിച്ച വ്യക്തിയാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയുമായി ചേർന്ന് അതിൽ സജീവ മുഴുവൻ സമയ പ്രവർത്തകയാണ്, സംസ്ഥാന ഉപാധ്യക്ഷയാണ്, അവർ അതിന്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കോർപ്പറേഷന്റെ കൗൺസിലറാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലെ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നു. അപ്പോഴും ആ സീലൊക്കെ പറയുന്നത് സേനയെ താൻ 33 വർഷം സേവനമനുഷ്ഠിച്ച സേനയെ അല്ല അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ, ആ സേനയോട് ഇന്നും തനിക്ക് ബഹുമാനം തന്നെയാണ്. എന്നാൽ ഈ SHO, ആ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SHOയും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന 2 പേരാണ് വിജയൻ ദാസ്, 2 പേർക്കെതിരെയാണ് പരാതിയുള്ളത്. ഇവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല? അതിനെതിരെ താൻ സമരം ചെയ്യുക തന്നെ ചെയ്യും, തന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ തനിക്കെതിരെ കേസെടുത്തോട്ടെ, ആ കേസ് എടുത്താൽ പോലും അതിനെ നിയമപരമായിട്ട് നേരിടുക തന്നെ ചെയ്യുമെന്നാണ് ആ ശ്രീലേഖ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ വിവാദമായതോടുകൂടിയാണ് വീണ്ടും ഒരു അഡീഷണൽ റിപ്പോർട്ട് നൽകി ഈ ആ ശ്രീലേഖയ്ക്ക് പ്രതി ചേർക്കാനായി പോലീസ് നിർബന്ധിതരായിരിക്കുന്നത്. മായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ആ ശ്രീലേഖയെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്നു. ആശാനാഥിനെതിരെയും കേസെടുത്തിരിക്കുകയാണ്.